അറിവും അനുഭവങ്ങളുമാണ് ജീവിതത്തിലെ യഥാർത്ഥ കരുത്ത്. മന്ത്രി കെ.എ. തുളസി. പ്രായമാകുമ്പോൾ ക്ഷയിച്ചുപോകുന്ന സൗന്ദര്യമോ ആരോഗ്യമോ പോലെയല്ല വിദ്യാഭ്യാസമെന്നും ജീവിതത്തിന്റെ ഏതു കഠിനപാതയിലും നമ്മെ താങ്ങി നിർത്തുന്ന യഥാർത്ഥ കരുത്ത് അറിവും അനുഭവങ്ങളുമാണെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കവിഭാഗ ക്ഷേമവകുപ്പ് മന്ത്രി കെ.എ. തുളസി കട്ടേല എം.ആർ.എസിൽ നടന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നശിച്ചു പോവും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം പ്രായാധിക്യമാകുമ്പോൾ അതിൽ പല പ്രശ്നങ്ങളും സംഭവിക്കും. സമ്പത്ത് ശേഖരിച്ചു വെച്ചാലും അത് പല സമയങ്ങളിലും നമ്മെ വിട്ടു പോകാം. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ നേടിയ അറിവുകൾ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് താങ്ങും തണലുമായി നമ്മളെ ശക്തിയുള്ള വ്യക്തിത്വങ്ങളായി നിലനിർത്താൻ ഏറ്റവും സഹായിക്കും എന്നുള്ളത് ഒട്ടനവധി നേതാക്കളുടെ ഈ സമൂഹത്തിൽ വലിയ പ്രചോദനമായി ഇന്നും വർത്തിച്ചു പോരുന്ന അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളുമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലാണെങ്കിലും എത്രയെത്ര മഹാത്മാക്കൾ അന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പൊതുസ്ഥലത്ത് ഒരു പൊതു കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനോ ഒരു പൊതു കുളത്തിൽ പോയി ഒന്ന് കുളിക്കാനോ എന്തിനേറെ പറയുന്നു ഒരു പൊതുനിരത്തിലൂടെ നടക്കാനോ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷെ ഇനിയും നമ്മൾ ഒട്ടനവധി വഴികൾ തേടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ, ആ കിട്ടിയ അവസരങ്ങൾ ഏറ്റവും മഹത്തായ അവസരങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രാർത്ഥനയും ആശംസയാണ് കുട്ടികളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ളത്. ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിലാദ്യം പഠിക്കേണ്ട പാഠം നിങ്ങളുടെ മാതാപിതാക്കളുടെ പാഠം തന്നെയാണ്. കാരണം അതൊരു പുസ്തകത്തിലും എഴുതി നമുക്ക് ലഭിക്കുന്നതല്ല. അവർക്കൊരു പക്ഷേ ഒരു മഴയത്ത് നനയാതിരിക്കാൻ പോലും ഒരു സ്കൂളിൻ്റെ ഇതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വരാന്തയിൽ പോലും ഒരുപക്ഷെ കയറി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവർ കരുതുന്നത് അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് ലഭിക്കാതെ പോയ ആ സൗകര്യങ്ങൾ, അവർ കണ്ട സ്വപ്നങ്ങൾ, അത് നിങ്ങളിലൂടെ അത് സാക്ഷാത്കരിക്കണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്വപ്നങ്ങൾ മക്കളിലൂടെ പൂർത്തീകരിക്കണം, അത് സാക്ഷാത്കരിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തോടും മാതാപിതാക്കളോടും അതുപോലെ തന്നെ പഠിക്കുന്ന സ്ഥാപനത്തോടും ഒക്കെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. ഉറച്ച കാൽവയ്പ്പുകളുമായിട്ട് പോകുന്ന വ്യക്തിത്വങ്ങളാകാൻ ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കഴിയട്ടെ എന്നുള്ളതാണ്. വിദ്യാലയങ്ങളിൽ സർക്കാർ ഒരുക്കി നൽകിയിട്ടുള്ള മികച്ച പഠനതാമസ സൗകര്യങ്ങൾ കേവലം പരീക്ഷാ വിജയത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് വ്യക്തിത്വ വികസനത്തിനായി കുട്ടികൾ പൂർണ്ണമായും വിനിയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കിട്ടിയ അവസരങ്ങൾ ഏറ്റവും മഹത്തായതാണെന്ന് തിരിച്ചറിഞ്ഞ് നിശ്ചയദാർഢ്യത്തോടെയും ഉറച്ച കാൽവെപ്പുകളോടെയും വേണം വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകാൻ. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികളോ പരാജയങ്ങളോ ഉണ്ടാകുമ്പോൾ തളരാതെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആധുനിക സൗകര്യങ്ങളും മികച്ച പിന്തുണയും ഉറപ്പു നൽകുന്നതോടൊപ്പം കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും ആധുനിക ജീവിത സാഹചര്യങ്ങളുമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വിദ്യാലയത്തിലെ താമസം, കിച്ചൺ, വാഷ്റൂം എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നേരിട്ടെത്തി വിലയിരുത്തിയിട്ടുണ്ടെന്നും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ അത് അടിയന്തരമായി പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ചടങ്ങിൽ സൈബർ സുരക്ഷ പ്രതിജ്ഞ ചൊല്ലുകയും കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥിനികളെ ആദരിക്കുകയും ചെയ്തു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം മന്ത്രി വിദ്യാർത്ഥികളുമായും രക്ഷകർത്താക്കളുമായും നേരിട്ട് സംവദിച്ച് അവരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷമാണ് സ്കൂളിൽ നിന്നും മടങ്ങിയത്. ആർക്കൊന്നും